നമസ്കാരം. ഇന്നിപ്പോ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലു അർജുനെ വീണ്ടും അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ്. അദ്ദേഹത്തിന്റെ പുഷ്പ 2 എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് ദിവസം അദ്ദേഹം ഒരു തിയേറ്ററിൽ എത്തുകയും അവിടെ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായി. ആ സ്റ്റാമ്പേഡുമായിട്ട് ബന്ധപ്പെട്ട കേസിലാണ് അദ്ദേഹത്തെ വീണ്ടും ഇപ്പോൾ അറസ്റ്റ് ചെയ്തേക്കുന്നത്. ചോദ്യം ചെയ്യാനാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇതേ കാരണം പറഞ്ഞ് കുറെ അക്രമികൾ അവിടെയൊക്കെ അടിച്ചു തകർക്കുകയും അറ്റാക്ക് നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അപ്പൊ ഏതായാലും നമുക്ക് ആ ന്യൂസിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കേട്ടു നോക്കാം. പുഷ്പ 2 പ്രീമിയർ ഷോ ദുരന്തത്തിൽ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ ചോദ്യം ചെയ്യലിനായ അല്ലു അർജുൻ ചിക്കട്ട്പള്ളി സ്റ്റേഷനിൽ ഹാജരായി. അല്ലുവിന്റെ അമ്മാവനും കോൺഗ്രസ് നേതാവുമായ കെ ചന്ദ്രശേഖർ അല്ലുവിനൊപ്പമുണ്ട്. ചിക്കട്ട്പള്ളി പോലീസ് സ്റ്റേഷനിൽ വൻ പോലീസ് സുരക്ഷയാണുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി സാവിത്രിയാണ് ചേരുന്നത്. സാവിത്രി, ഒരുപാട് നാടകീയ സംഭവങ്ങൾ അന്ന് ഈ റിലീസ് ദിനത്തിലുണ്ടായ അപകടത്തിന് ശേഷം ഉണ്ടായി. വലിയ സുരക്ഷയിലാണോ ഇപ്പോൾ ആ സ്റ്റേഷൻ പരിസരമുള്ളത്? എപ്പോഴാണ് അല്ലു സ്റ്റേഷനിലേക്ക് എത്തിയത്? അല്പസമയം മുൻപ്, ഏതാണ്ട് 5 മിനിറ്റ് മുൻപാണ് അല്ലു അർജുൻ ചിക്കട്ട്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. അഭിഭാഷക സംഘത്തോടൊപ്പമാണ് അല്ലു അർജുൻ എത്തിയത്. ഏതാണ്ട് 10:45 കൂടിയാണ് ജൂബിലി ഹിൽസിലെ വസതിയിൽ നിന്ന് അല്ലു അർജുൻ ഈ അഭിഭാഷക സംഘത്തോടൊപ്പം തന്നെ ഇവിടേക്ക് ചിക്കട്ട്പള്ളി സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടത്. നേരത്തെ നിമി സൂചിപ്പിച്ചതുപോലെ തന്നെ അല്ലുവിന്റെ അമ്മാവനായ കെ ചന്ദ്രശേഖർ അടക്കമുള്ള ആളുകളും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. അപ്പോൾ DCP നേരത്തെ തന്നെ എത്തിയിരുന്നു. ഏതാണ്ട് 10:40 കൂടി DCP അല്ലു അർജുനെ ചോദ്യം ചെയ്യാനായി എത്തിച്ചേർന്നിരുന്നു. ഇന്നത്തെ ചോദ്യം ചെയ്യൽ പ്രധാനമായും നിർണായകമാണ്. കാരണം ജാമ്യ വ്യവസ്ഥയിൽ പ്രധാനമായും ഹൈക്കോടതി അല്ലു അർജുനോട് വ്യക്തമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണം എന്നുള്ളതാണ്. ഈ തെലങ്കാന പോലീസ് അല്ലുവിന്റെ ഇടക്കാല ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് തെലങ്കാന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചേക്കും എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് അല്ലു അർജുനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട സത്യത്തില് ഈ വാർത്ത കാണുന്ന എല്ലാവരുടെയും ഉള്ളിൽ വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, എന്തിനാണ് അദ്ദേഹത്തെ പിന്നെയും ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്? ആ ഒരു വ്യക്തിയെ എന്തിനാണ് ഇങ്ങനെ ക്രൂശിക്കുന്നത്? അയാൾ ഒരു ആക്ടറാണ്, എന്നാൽ പോലും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് ഉണ്ട്, അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അയാളെ എന്തിനാണ് ക്രൂശിക്കുന്നത്? ഈ സ്റ്റാമ്പേഡിൽ അദ്ദേഹത്തിന്റെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹം യാതൊരു രീതിയിലും ഇൻവോൾവ് ആയിട്ടില്ല സ്റ്റാമ്പേഡിൽ. ഇൻഡയറക്ട്ലി അദ്ദേഹം അവിടെ വന്നതുകൊണ്ടാണ് ആ സ്റ്റാമ്പേഡ് ഉണ്ടായത്, അത് സമ്മതിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള അറിവും ഉണ്ടായിരുന്നില്ല. വളരെ പെട്ടെന്ന് സഡൻ ആയിട്ട് ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. അവിടെ ആ ഒരു ക്രൗഡിനെ നിയന്ത്രിക്കേണ്ടത് അദ്ദേഹമായിരുന്നില്ല. ആ തിയേറ്റർ ഉടമകളും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ ആയിരുന്നു ആ ക്രൗഡിനെ നിയന്ത്രിക്കേണ്ടത്. ഇതിനകത്ത് അദ്ദേഹം യാതൊരു രീതിയിലുള്ള മിസ്റ്റേക്കും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പിന്നെയും അദ്ദേഹത്തെ ഇങ്ങനെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നു അവിടുത്തെ ഗവൺമെന്റ് വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ട വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ്. അല്ലെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം അല്ലു അർജുനെ ടാർഗറ്റ് ചെയ്യുവാണെന്നാണ് ഇതിലൂടെ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആദ്യം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം കോടതി ജാമ്യം അനുവദിക്കുന്നു, പിന്നീട് പിന്നെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരുന്നു. 2 മണിക്കൂറോളം ചോദ്യം ചെയ്തു. 2 മണിക്കൂറോളം ഇങ്ങനെ ഇരുത്തി ചോദ്യം ചെയ്യേണ്ട തെറ്റൊന്നും അയാൾ ചെയ്തിട്ടില്ലല്ലോ. വിവരമില്ലാത്ത കുറെ ഫാൻസ് ഇദ്ദേഹത്തെ കണ്ടപ്പോഴേക്കും ഇദ്ദേഹം എന്തോ ദൈവമാണ് എന്നുള്ള ധാരണയിൽ അവന്മാരെല്ലാം കൂടെ ചാടിത്തുള്ളി ചെന്നതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു സ്റ്റാമ്പേഡ് ഉണ്ടായത്. സത്യത്തിൽ അവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, ആ ഫാൻസ് മൂലമാണ് അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടായത്. അല്ലു അർജുൻ ഇത് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അദ്ദേഹം അവിടെ വന്നു എന്നുള്ളത് ശരിയാണ്. അത് മാത്രമാണ് അദ്ദേഹം ചെയ്ത ഒരേ ഒരു മിസ്റ്റേക്ക്. അതിന്റെ പേരിൽ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാം. എന്തുകൊണ്ടാണ് അവിടെ വന്നത്, ഈ ക്രൗഡ് കണ്ടിട്ട് എന്താണ് തിരിച്ചു പോകാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കാം. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇതെന്തോ എന്തോ ക്രിമിനൽ കേസിൽ പെട്ടതുപോലെയാണ് അല്ലു അർജുനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊട്ടും ശരിയല്ല. അതിപ്പം കേൾക്കുന്ന ആരും ഇതേ അഭിപ്രായമായിരിക്കും പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാവർക്കും ഇതേ ഒരു അഭിപ്രായമായിരിക്കും. എല്ലാവരും ചോദിക്കുന്നത് എന്തിനാണ് അദ്ദേഹത്തെ പിന്നെയും അറസ്റ്റ് ചെയ്യുന്നത്? ഒരു കാരണവും കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ല. ഇനി അദ്ദേഹത്തിന്റെ വീടിന് നേരെ ഉണ്ടായ അക്രമം പോലും പ്ലാൻഡ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു 3-4 ചെറുപ്പക്കാർ ചേർന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് കല്ലെറിയുകയും ഏതാണ്ടൊക്കെ തല്ലി തകർക്കുകയും ഒക്കെ ചെയ്തു. അതും പ്ലാൻഡ് ആണെന്നാണ് തോന്നുന്നത്. അപ്പം മനഃപൂർവ്വമായിട്ട് ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് സ്വന്തം പാർട്ടിയുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പേര് ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ക്രൂശിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അദ്ദേഹത്തിന് ഡയറക്റ്റായിട്ട് യാതൊരു രീതിയിലും അതിനകത്ത് ഇൻവോൾവ്മെന്റ് ഇല്ല. പിന്നെയും അദ്ദേഹത്തിന്റെ സമയം ഇല്ലാതെയാക്കി, അദ്ദേഹത്തിന്റെ സമയം തടസ്സപ്പെടുത്തി മനഃപൂർവ്വം വ്യക്തിഹത്യ ചെയ്യുന്നതാണ്. മനഃപൂർവ്വം വ്യക്തിഹത്യ ചെയ്യുക തന്നെയാണ്. അതൊട്ടും യോജിക്കുന്ന ഒരു കാര്യമല്ല.
ഈ രാജ്യത്തെ എല്ലാവർക്കും, എല്ലാ പൗരന്മാർക്കും ഒരേപോലെ അവകാശമുണ്ട്. അതേപോലെയുള്ള അവകാശം അല്ലു അർജുനുമുണ്ട്. അദ്ദേഹത്തിന്റെ ജോലി ചെയ്യാനും സ്വതന്ത്രമായിട്ട് ജീവിക്കാനും ഒക്കെയുള്ള അവകാശം അദ്ദേഹത്തിനുമുണ്ട്. എന്നിട്ടും അല്ലു അർജുൻ പൂർണ്ണമായിട്ടും ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. ഇത്രയും വലിയ പണക്കാരനാണ് എന്നുള്ള തലക്കനം ഒന്നും കാണിക്കുന്നില്ല. ഞാൻ ആദ്യം കരുതിയിരുന്നത് അല്ലു അർജുനും കൂടി പ്ലാൻ ചെയ്തായിരിക്കും ഇങ്ങനെ ഒരു അറസ്റ്റ് നടത്തിയെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് അല്ല, മനഃപൂർവ്വം ആ പാർട്ടിക്കാരെല്ലാവരും കൂടെ ചേർന്നിട്ട് അദ്ദേഹത്തെ ക്രൂശിക്കുകയാണ്, അദ്ദേഹത്തെ ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം. അത് ഫാൻ ആവണമെന്നൊന്നുമില്ല. നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ അന്യായമായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു, അനാവശ്യമായിട്ട് കസ്റ്റഡിയിൽ വെക്കുന്നു, യാതൊരു രീതിയിലുള്ള കാരണവുമില്ലാതെ ചോദ്യം ചെയ്യുന്നു. ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രശ്നത്തിൽ ഇൻവോൾവ് ആകുന്നതിന് മുമ്പ് തന്നെ ഇൻഡയറക്ട്ലി ഇൻവോൾവ്മെന്റ് ഉണ്ട്, അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ്മെന്റ് ഇല്ലാതെ തന്നെ ആ മനുഷ്യൻ ക്രിമിനൽ ആണ് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല.